ഇന്ന് നമുക്ക് കപ്പ പുഴുങ്ങിയാലോ എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അപ്പോഴാണ് വീട്ടിലുണ്ടായിരുന്ന കപ്പ എടുക്കാമെന്ന് പറഞ്ഞത്. അങ്ങനെ വീട്ടിലുണ്ടായിരുന്ന കപ്പ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമുക്ക് കുറച്ച് കിഴങ്ങ് കിട്ടിയുള്ളൂ. എന്നാൽ അത് വെച്ച് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇപ്പം അനിയൻ കുറച്ച് തപ്പിയൊക്കെ നോക്കി, പക്ഷെ വേറെ ഉണ്ടായില്ല, അത്ര ഉണ്ടായിരുന്നുള്ളൂ. നമ്മളത് ഫുള്ളൊന്നും എടുത്തില്ല കേട്ടോ. നമ്മൾ വീട്ടിൽ 5 പേരുള്ളൂ. നമ്മളതിൽ നിന്ന് 2 കഷ്ണം എടുത്തിട്ട് പുഴുങ്ങി, പിന്നെ ഒടിഞ്ഞ് പോയ കൊച്ചു കൊച്ചു കഷ്ണങ്ങളൊക്കെ ഉണ്ടായിരുന്നത് കൂടെ കൂട്ടി നമ്മൾ പുഴുങ്ങി. വീട്ടിൽ ഓൾറെഡി മീൻ കറി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മീൻ കറിയും കപ്പയും കൂടെ തിന്നാം എന്നുള്ളൊരു പ്ലാനായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ പിന്നെ വിചാരിച്ചു ചമ്മന്തി ഉണ്ടാക്കാം എന്ന് വിചാരിച്ചു. അങ്ങനെ കപ്പ വെട്ടി നമ്മൾ കൊണ്ടുപോയി എടുത്തു വെച്ചു. അപ്പോൾ ഇതിങ്ങനെ കടയോടുകൂടെ വെച്ച് കഴിഞ്ഞാലേ പെട്ടെന്ന് കപ്പ ചീത്തയാവില്ല എന്ന്. അപ്പോൾ അത് കാരണം കൊണ്ട് നമ്മൾ കടയോടുകൂടെ കൊണ്ടുപോയി വെച്ചു. ബാക്കി പൊട്ടിയ കിഴങ്ങ്, ഒടിഞ്ഞു പോയ കിഴങ്ങ് നമ്മളെടുത്ത് പുഴുങ്ങാൻ വെച്ചു. ഞാൻ പുഴുങ്ങണ സമയം കൊണ്ട് വീട്ടിൽ റംബൂട്ടാൻ കുറച്ചും കൂടി ഉണ്ടെന്ന് പറഞ്ഞല്ലോ. കണ്ണാൻ നിന്ന് പോവാ, എന്നാലും ബാക്കിയുള്ളത് അങ്ങനെ പൊട്ടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പകുതിയാണെങ്കിൽ പഴുത്തത് കാണാൻ പറ്റണില്ല. ആ ഫ്രണ്ടിൽ വെക്കണം മാവ് ഒരു തടസ്സമായിട്ട് തോന്നി. അപ്പോൾ അത് വെട്ടിക്കളയാമെന്ന് വിചാരിച്ചു. ചെറിയ മാവാണ്, നമുക്ക് അതിൽ മാങ്ങയൊന്നും ഉണ്ടാകുന്നില്ല, പിന്നെ അതിനുള്ള വലുതായിട്ടൊന്നുമില്ല. എന്നാലും ആ മാവ് അവിടെ നിൽക്കുന്നതിനോട് റംബൂട്ടാൻ വളരാനും പറ്റണില്ല. അപ്പോൾ നമ്മളത് വെട്ടി. അപ്പോൾ അവരത് വെട്ടണ തിരക്കിലൊക്കെയായിരുന്നു. ഞാൻ ഈ നേരം കൊണ്ട് കപ്പ പുഴുങ്ങി ചമ്മന്തി ഉണ്ടാക്കി. നമുക്കവിടെ ഡോറയുണ്ടായിരുന്ന സമയത്ത് മരത്തിൻ്റെ തണലവിടെ നമുക്ക് ആവശ്യമായിരുന്നു. ഡോറയുടെ കൂട് അതിൻ്റെ അടിയിലായിട്ടാണ് നമ്മൾ ഇട്ടായിരുന്നത്. അപ്പോൾ നമുക്ക് തണൽ വേണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ആ മരം അങ്ങനെ വളരുമ്പോൾ തണൽ കിട്ടും എന്നുള്ളതായിരുന്നു. പക്ഷെ ബാക്കിൽ റംബൂട്ടാൻ ഇത്രയും സ്പീഡിൽ വളരുമെന്ന് നമുക്കറിയില്ലായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് ശരിക്കും നല്ല തണലുണ്ടായിരുന്നു. പിന്നെ ഈ മരം നമ്മളങ്ങനെ മുറിച്ചിട്ട് പിന്നെ അതിൻ്റെ കൊമ്പും കാര്യങ്ങളൊക്കെ അവൻ തന്നെ വെട്ടി ചെറുതാക്കി ഇട്ടു. ഉണങ്ങുമ്പോൾ നമുക്ക് തന്നെ കത്തിക്കാമല്ലോ. നമ്മൾ കൊണ്ടുവന്ന കപ്പ നന്നായിട്ട് കഴുകി, അതിൽ ഒടിഞ്ഞ് കിടന്നിരുന്ന കപ്പ മാത്രമേ എടുത്തുള്ളൂ. നന്നായി കഴുകി നമ്മളത് 3-4 പ്രാവശ്യമായിട്ട് കഴുകി. പിന്നെ ഈ കപ്പയ്ക്ക് നമ്മുടെ വീട്ടിലുണ്ടായിരുന്ന മുൻപുണ്ടായിരുന്ന കപ്പയ്ക്ക് ചെറിയൊരു കയ്പ്പുണ്ടായിരുന്നു കഴിക്കുമ്പോൾ. അപ്പോൾ ഇതിനും ഉണ്ടാവുമെന്ന് വിചാരിച്ചു. അപ്പോൾ കഴുകി നമ്മൾ വേവിച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ വെള്ളം ഊറ്റി കളഞ്ഞു കഴിഞ്ഞാൽ കയ്പ്പുണ്ടാവില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. പിന്നെ അപ്പച്ചൻ പറഞ്ഞു മഴ പെയ്തണ കാരണം കൊണ്ട് ചിലപ്പോൾ കയ്പ്പ് പോയിട്ടുണ്ടാവും എന്നും പറഞ്ഞായിരുന്നു. പിന്നെ വേവ് ഇച്ചിരിയുള്ള കപ്പയാണ്. നമ്മളൊരു 2 വിസിലടിച്ചു, എന്നാലും കുഴപ്പമുണ്ടായിരുന്നില്ല. 2 വിസിൽ നല്ലതായിരുന്നു. പിന്നെ ചമ്മന്തി ഉണ്ടാക്കി. ചമ്മന്തി നമ്മൾ ഉള്ളിയും മുളകും ഉപ്പിട്ട് ചമ്മന്തി ഉണ്ടാക്കി. പിന്നെ അതിൽ ഇച്ചിരി പുളിയും കൂടെ ഇട്ട് ഉണ്ടാക്കി. ഈ ബ്ലെൻഡറിൽ നമുക്ക് ജ്യൂസൊക്കെ അടിക്കാം കേട്ടോ, നല്ലതാണ് കേട്ടോ. അങ്ങനെ ഞാൻ ഇതിൽ ചമ്മന്തി അരച്ചു. ചമ്മന്തി റെഡിയായി, കപ്പ പുഴുങ്ങിയതും റെഡിയായി, ചായയും വെച്ചു. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഈ സമയം കൊണ്ട് എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു കേട്ടോ. മരം വെട്ടി റംബൂട്ടാനൊക്കെ പറിച്ച് എല്ലാവരും ക്ഷീണിതയായി കുളിച്ച് എല്ലാവരും വന്നു, കാപ്പി കുടിക്കാനായിട്ട് വന്നു. അങ്ങനെ നമ്മൾ കിഴങ്ങും ചമ്മന്തിയും മീൻകറിയും കൂട്ടി ചായ